കൂട്ടുകാരെ, ഏവർക്കും ജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം. ബഷീർ ദിനത്തിൽ നമ്മുടെ കൂട്ടുകാർ ചെയ്ത പരിപാടികൾ നമുക്ക് ജാലകത്തിലൂടെ കാണാം. ബഷീറിന്റെ സ്വന്തം പെങ്ങള്. അതോ എൻ്റെ ആടിനെ കള്ള വായിച്ചിട്ട് വേഗം ചെന്ന് കൊടുക്കട്ടെ. കട്ടയിൽ ചുറ്റി വിളമ്പി വെച്ച മുക്കൽ പാത്തമ്മ, കട്ടയിൽ ചുറ്റി വിളമ്പി വെച്ച മുക്കൽ പാത്തമ്മ. അല്ല എല്ലാവരും ഉണ്ടല്ലോ. അല്ല, നിങ്ങളെൻ്റെ ആടിനെ കഞ്ഞിവെള്ളം കൊടുത്തില്ലല്ലോ. എൻ്റെ ആടിന് കഞ്ഞിവെള്ളം, ഈ വീട്ടിലെ പുസ്തകങ്ങളും മറ്റുള്ളതെല്ലാം നിന്റെ ആട് കട്ട് തിന്നു. ഈ വീട്ടിൽ 100 കൂട്ടം പണിയുള്ളതാ, അതിൻ്റെ ഇടയിലാ ഓളൊരു ആട്. നിങ്ങൾ എന്ത് വേണം പറഞ്ഞോളൂ, എൻ്റെ ആടൊന്ന് പറ്റോട്ടെ. എല്ലാവരും എൻ്റെ പുറകിലെ വരുന്നുണ്ടല്ലോ, കാഴ്ച വരുന്നുണ്ട്. എൻ്റെ ആട് പേറുമ്പോൾ ഈ സുബേത്താനെ മറക്കല്ലേ പാത്തുമ്മ. കുറച്ച് പാല് ഈ സുബേത്താക്കും തരണേ പാത്തുമ്മ. തരുന്നുണ്ട്, നല്ല അടി വെച്ച് തരുന്നുണ്ട്. എൻ്റെ ആടിനെ കുറ്റം പറഞ്ഞതും പോരാ, എൻ്റെ ആടിൻ്റെ പാല് വേണമല്ലേ, കാണിച്ചു തരുന്നുണ്ട്. വാടേ വിളമ്പി വെച്ച് നമുക്കൊരു പാത്തമ്മ, കത്തിരി ചുറ്റ് വിളമ്പി വെച്ച് നമുക്കൊരു പാത്തമ്മ. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചൊരു മുത്തടി പാത്തമ്മ. നന്നായിട്ടുണ്ടല്ലോ, ഇത് തന്നെ ഇന്ന് കൂട്ടാറാക്കാം. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചൊരു മുത്തടി പാത്തുമ്മ. എല്ലാരും ഉണ്ടല്ലോ. എന്താ കാര്യം? അല്ല, നിങ്ങൾ എൻ്റെ ആടിന് കഞ്ഞോളം കൊടുത്തില്ലായിരുന്നോ? ഓളെ ഒരു കഞ്ഞോളം. എൻ്റെ ആടി ഇവിടെയുള്ള പുസ്തകവും കടലാസും സകലമാന ചണ്ടിപ്പണ്ടാരങ്ങളും തിന്നു തീർത്തു. ഇനിയിപ്പം കഞ്ഞോളം ഇല്ലാഞ്ഞിട്ടാ. പരയൊരു 100 കൂട്ടം പണിയുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് അവളുടെ ഒരു ആട്. ഇപ്പൊ നിങ്ങ എന്ത് വേണമെന്ന് പറഞ്ഞോട്ടോ. എൻ്റെ ആളൊന്ന് വെച്ചോട്ടെ, എൻ്റെ പുറകെ വരുമല്ല, അപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ആട് പെറുമ്പോൾ ഈ സുബൈദാനെ മറക്കല്ലേ പാത്തുമ്മ. സുബൈദാക്ക് ഒരു ഇത്തിരി പാൽ കൊടുക്കണേ. തരും, നല്ല അടി വെച്ച് തരും. എൻ്റെ ആടിനെ കുറ്റം പറഞ്ഞതും പോരാ, എനിക്ക് നിൽക്കാൻ പാലും വേണമല്ലോ അടി. ഓ അതിസുന്ദരി ഭവതി, നീ അപ്പോൾ അതിന് 100 രൂപ വിലയുണ്ട്. അതിന്റെ കോപ്പിയൊന്നും എൻ്റെ വേറെ പറ്റില്ല. എൻ്റെ പുസ്തകം ഭവതിക്ക് സൗജന്യമായി. ഉമ്മ, അതാരാടാണ്? അതാ പാത്തുമ്മയുടെ ആടാ. അതാണല്ലോ അതിന് ഇത്ര സ്വാതന്ത്ര്യം.
ആട്ടിന് കഞ്ഞിവെള്ളം. ഇവിടെ 100 കൂട്ടം പണികളുണ്ട്. അതിനിടയിലാണ് നിന്റെ ആടും കഞ്ഞിവെള്ളവും. ഇവിടെയുള്ള പുസ്തകവും കടലാസും ഒക്കെ തിന്നു തീർത്തു നിന്റെ ആട്. എന്റെ ആടൊന്ന് പെറ്റോട്ടെ, അപ്പൊ എല്ലാവരും എന്റെ പുറകെ വരും. അപ്പൊ കാണിച്ചു തരും. ഈ സുബൈത്താനെ നിന്റെ ആട് പെറ്റാൽ കഞ്ഞിവെള്ളം കൊടുത്തില്ലേ? ഓ, നിന്റെ ആട്ടിന് കഞ്ഞിവെള്ളം. ഇവിടെ 100 കൂട്ടം പണികളുണ്ട്. അതിനിടയിലാ നിന്റെ ആടും കഞ്ഞിവെള്ളവും. ഇവിടെയുള്ള പുസ്തകവും കടലാസും ഒക്കെ തിന്നു തീർത്തു നിന്റെ ആട്. എന്റെ ആടൊന്ന് പെറ്റോട്ടെ, അപ്പൊ എല്ലാവരും എന്റെ പുറകെ വരും. അപ്പൊ കാണിച്ചു തരും. ഈ സുബൈത്താനെ നിന്റെ ആട് പെറ്റാൽ മറക്കല്ലേ പാത്തുമ്മ. ഈ പാല് എനിക്ക് കുറച്ച് തരണേ. തരും തരും, ഞങ്ങൾ അനുഗ്രഹിച്ചു തരും. എനിക്ക് നിങ്ങൾ പൈസ ഒന്നും തരണ്ട. അതിനകത്ത് 2 കമ്മല് വേണ്ടതാണ്. പൊന്നിൻ്റെതാണോ വെള്ളിൻ്റെതാണോ? പൊന്നിൻ്റെ മതി. അനാപരമായി രഹസ്യമായി വെച്ചോളാം. മുഹമ്മദ് ബഷീറിന്റെ മുച്ചിട്ടു കളിക്കാരന്റെ മകൾ എന്ന കഥയിലെ അട്ടക്കണ്ണം പോക്കർ എന്ന കഥാപാത്രത്തിനെ ഞാൻ അവതരിപ്പിക്കുന്നു. ഒന്ന് വെച്ച 2, 2 വെച്ച 4. ആർക്കും വെക്കാം. വെയ് രാജ വെയ്. ആരാണിവിടെ ചൂളമടിക്കുന്നത്? ഞാനാണ്. പേരെന്താ? ബഷീർ. ഇളയ തോതിൽ ഒരു എഴുത്തുകാരനാ. 2.5 കൊല്ലത്തെ തടവ്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവല്ലേ? അതെ, 14 കൊല്ലം. അപ്പോ കൊലക്കുറ്റമാണല്ലേ? ഒത്തിരി നാളായോ വന്നിട്ട്? 1 കൊല്ലമായി. ഹേ, എന്തൊരു ജീവിതം. നമ്മൾ ഒരു സമയത്താണ് ഈ ജയിലിൽ വരുന്നത്. എനിക്കൊരു റോസാ ചെടി തരുമോ? ആരാണ് ഇവിടെ റോസാ ചെടി ഉണ്ടെന്ന്? ജയിലിൽ എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങൾ ഒന്നും ഇല്ല. തരുമോ? നാരായണി, ഈ ഭുവനത്തിലുള്ള എല്ലാ പലനീർ പൂക്കളും ഞാൻ നാരായണിക്ക് തരും. 1 മതി. തരുമോ? ഇതെന്റെ ചോദ്യമാണ് നാരായണി. തരുമോ എന്നോ? ഇവിടെ തന്നെ നിൽക്കണേ. ഇപ്പൊ പോയി വരാം. കേട്ടു. എന്റെ ആടൊന്നല്ല. എന്റെ ആടൊന്നല്ല. ഞാൻ ആടിന് മാവില കൊണ്ടുവന്നത്. എന്റെ ആട് അങ്ങനെയൊന്നും ചെയ്യില്ല. ഉമ്മക്ക് 5 രൂപ കൊടുക്കണല്ലോ. അത് ഫാത്തിമ വന്നിട്ട് ഫാത്തിമന്റെ ആട് വന്നിട്ട് കലം പൊട്ടിച്ച് ഇനി കഞ്ഞി വെക്കാനേ കഴിയില്ല. ആനുമ്മ, എന്റെ ആടൊന്നല്ല ചട്ടി പൊട്ടിച്ചത്. നിന്റെ ആടന്നെ ചട്ടി പൊട്ടിച്ചത്. നീ എന്റെ അന്വേഷിച്ചല്ലേ? ഞാനിക്ക് ആടിനെല്ലാം തന്നിട്ടേ. ഒരാട് തന്നതിന് നല്ല കാര്യായി. ലോകത്ത് ആരെങ്കിലും ഉണ്ട മനുഷ്യത്തിക്ക് ആട് കൊടുത്തിട്ട്? നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ആട്ടുകുട്ടി നീ ശ്രമിക്കണ്ടാട്ടോ. നിന്റെ പാലെല്ലാം അവർ കട്ടിട്ട് ചായാക്കിട്ട് കുടിച്ചത്. വെള്ളിക്കാക്ക, എന്റെ ആടിന്റെ പാലെല്ലാം അനുശക്തിയും ഉമ്മാമാറും അമ്മായിമാറും കട്ടിട്ട് കുടിച്ചത് ചായാക്കിട്ട്. ഇനി എന്താ വെള്ളിക്കാക്ക ഞാൻ ചെയ്യേണ്ടത്? എന്റെ വീട് ചോർന്ന് എല്ലാം കുത്തുന്നതായി പാതിയെല്ലാം പൊള്ളിച്ച് വീണ് കണ്ണിലെങ്ങൾ. അതെല്ലാം ശരിയാക്കാൻ വേണ്ടിട്ടാ ഞാൻ പാല് വിറ്റിട്ട് പൈസ
എന്താ ചെയ്യാ, ഇതൊരു മനുഷ്യന്മാരാണോ? ഞാൻ നാളെ എന്റെ കദീജാനൊക്കെ പാല് കൊടുത്തിട്ട് വിടാ, അപ്പോൾ കട്ടെടുക്കില്ലല്ലോ. എന്താ ചെയ്യാ, ഞാൻ പോകുന്നു വെള്ളിക്കാക്ക. നമസ്കാരം. ഞാൻ ഇന്ന് ബഷീർ ദിനവുമായി പാത്തുമ്മ എന്ന കഥാപാത്രമാണ് അഭിനയിക്കാൻ പോകുന്നത്. അയ്യോ, എന്റെ ആട് പള്ളിയിൽ വെച്ച് ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും തിന്നാൻ കൊടുക്കാം. പത്തിരി ശിക്ഷയില്ല, അങ്ങോട്ട് മാർക്ക് ശയിക്കാന്. എല്ലാരും ഉണ്ടല്ലോ. സുബൈത്താ, നിങ്ങൾ എന്റെ ആടിന് വെള്ളം കൊടുത്തില്ല? എന്റെ ആട് ഇവിടുത്തെ ചപ്പും ചവറ് എല്ലാം തോന്നിട്ട് ഇവിടെ നൂറോട്ട് പണിയാ. അപ്പാന്നുള്ളൊരു ആട്. പറഞ്ഞ എന്റെ ആട് പ്രസവിക്കുമ്പോ എല്ലാരും എന്റെ ബാക്കിലെ വരുമല്ല. പാത്തുമ്മ, നിന്റെ ആട് പ്രസവിച്ചെങ്കിലേ ഇതാക്ക് കുറച്ച് പാലും തരണേ. തരും നല്ല ഒറ്റ അടി വെച്ച് തരും. എന്റെ ആടിന് ഇത്ര നേരം കുറ്റവും മണ്ടിപ്പ നിനക്ക് പാലും വേണം. എന്റെ പേരാണ് പാത്തുമ്മ. ഞാൻ ബഷീർ കാക്കാന്റെ പെങ്ങളാണ്. ഞാൻ താമസിക്കുന്നത് ചന്തയുടെ പുറകിലാ. എന്റെ മകള് ഖദീജ, എന്റെ ഭർത്താവ് കൊച്ചുണ്ണി. അയാൾക്ക് കച്ചവടമാണ്. അയാൾ രാവിലെ കച്ചവടത്തിന് പോയാൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. എനിക്കൊരു ആടുണ്ട്, അത് ഉമ്മയുടെ അടുത്താണ്. വല്ലിക്കാക്ക പറയുന്ന ബുക്കെല്ലാം എന്റെ ആട് തിന്നുവന്നേ. എന്റെ ആട് അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ഞാൻ വല്ലിക്കാക്കാനോട് ഒരു സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താന്നറിയോ, എന്റെ ഖദീജക്ക് ഒരു കമ്മല് വാങ്ങിക്കൊടുക്കാണ്ട്. പിന്നെ ഒരു കാര്യം അറിയോ, എന്റെ ആട് പ്രസവിച്ച് ആൺകുഞ്ഞ. അവരതിന്റെ പാലൊക്കെ കറന്നു കുടിച്ചു, കണ്ണിൽ ചോരില്ലാത്തവർ. ഇനി എന്റെ ആട്ടുകുട്ടിന് എന്ത് കൊടുക്കും? നിങ്ങൾക്ക് അന്നെ അറിയോ? അറിയില്ല അല്ലേ? നിങ്ങൾക്ക് ബൈക്ക് മുഹമ്മദ് ബഷീറിനറിയോ? അവരെ പെങ്ങളാണ്. എന്റെ പേര് പാത്തുമ്മ. എനിക്കൊരു ആടും ഉണ്ട്. എന്റെ മോളെ പേരാണ് ഖദീജ. എന്റെ ഭർത്താവിന്റെ പേര് കൊച്ചുണ്ണി, കയറ് കച്ചവടം നടത്തുന്നത്. എന്റെ വലിയ കാക്ക വൈക്കം മുഹമ്മദ് ബഷീർ. എന്റെ ഹൻസത്തിന്റെ പേര് ആനുമ്മ. എന്റെ ചെറിയ കാക്കന്റെ പേര് അനീഫ. വെറും പിസ്കിയ. എന്തു പറഞ്ഞാലും പറയും ഞാൻ പട്ടാളത്തിൽ പോയിക്കോളാം. പിന്നൊരു കാക്കുണ്ട്, ചട്ടക്കാരൻ. അബ്ദുൽ ഖാദിർ എന്നാണ് പേര്. അബൂന്ന് വിളിക്കും. ഞാൻ ചലവലം നടത്തിയിട്ട് നോക്കുന്നത് നിങ്ങൾക്ക്. പിന്നെ എന്റെ ഉമ്മ ഉണ്ട്. എന്റെ ഉമ്മാനെ പറയാൻ മറന്നല്ലേ. പിന്നെ 2 നാത്തുമാരും കുട്ടികളും ഉണ്ട് വീട്ടില്. ഞാൻ ആടിനെ വളർത്തുന്നത് പാല് വിറ്റിട്ട് കാശുണ്ടാക്കാനാണ്. എന്റെ വീടെല്ലാം പൊളിഞ്ഞു പോയി. എന്റെ വീടിന് ഡോറൊന്നുമില്ല. എന്റെ വീടെല്ലാം ചോർന്ന് വെക്കുന്നു, അതെല്ലാം ശരിയാക്കണം. അപ്പൊ ഇവരെല്ലാം എന്റെ ആടിന്റെ പാലെടുത്തിട്ട് കട്ടിട്ട് എടുത്തിട്ട് ചായ വെച്ചിട്ട് കുടിക്കുന്നു. എന്റെ പേര് ഫാത്തിമ നിഷാസിക്ക്. ഞാനാണ് പാത്തുമ്മ. ബഷീർ കാക്കയുടെ പെങ്ങളാണ്. ഞാൻ താമസിക്കുന്നത് ചന്തയുടെ പുറകിലാ. എന്റെ മകളാണ് ഖദീജ. എന്റെ ഭർത്താവാണ് കൊച്ചുണ്ണി. അവർക്ക് കച്ചവടാണ്. അയാൾ രാവിലെ കച്ചവടത്തിന് പോയാൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. എനിക്കൊരു ആടുണ്ട്, അമ്മയുടെ അടുത്താണ്. വെള്ളിക്കാക്ക പറയുന്നു വെള്ളിക്കാക്കയുടെ പുസ്തകം എന്റെ ആട് തിന്നുവെന്ന്. എന്റെ ആട് അങ്ങനെയൊക്കെ ചെയ്യോ? എന്റെ ആടിന്
കഞ്ഞിവെള്ളമൊന്നും കൊടുക്കൂല. ഞാൻ വെള്ളിക്കാക്കാനോട് ഒരു സ്വകാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നറിയാ, എൻ്റെ ഖദീജക്കൊരു ചോട് കമ്മല് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിരിക്കുക. എൻ്റെ അനുജത്തിയാണ് ആനുമ്മ. അവക്ക് ഞാനൊരു ആടിനെ കൊടുത്തിട്ടുണ്ട്. എന്നാലും എൻ്റെ ആടിനെ അവക്ക് കണ്ണിൽ പിടിക്കൂല. പിന്നെ എൻ്റെ ആട് പ്രസവിച്ചു ആൺകുട്ടിയാ. ഇവർ അതിൻ്റെ കാലൊക്കെ കറന്നു കുടിച്ചു. മിച്ചോരില്ലാത്തവർ എൻ്റെ ആട്ടുംകുടിക്ക് എന്ത് കൊടുക്കും? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥാപാത്രമാണ് ഞാൻ അഭിനയിക്കുന്നത്. അല്ലോ, നമ്മുടെ ആട് പള്ള പഴിച്ചു നിൽക്കുന്നുണ്ടാവും. ഞാൻ വേഗം ചെന്ന് നോക്കട്ടെ. പത്തിരി ചെട്ട് വിളമ്പി വിളിച്ചൊരു മുത്തളി പാത്തുമ്മ, പത്തിരി ചെട്ട് വിളമ്പി വിളിച്ചൊരു മുത്തളി പാത്തുമ്മ. ഹായ്, നീ നന്നായിട്ടുണ്ടല്ലോ. ഹായ്, എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങൾ എൻ്റെ ആടിന് കഞ്ഞിവെള്ളം കൊടുത്തീനോ? എൻ്റെ ആടിന് കഞ്ഞിവെള്ളം? ഈ വീട്ടിലെ പുസ്തകങ്ങളും കടലാസും മുഴുവനും എൻ്റെ ആട് തിന്നു കഴിഞ്ഞു. ഈ വീട്ടിൽ 100 കൂട്ടം പണിയുള്ളത്. അപ്പോൾ ഒരാട്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോളെ, എൻ്റെ ആടൊന്ന് പെറ്റോട്ടെ. അപ്പം നിങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ആട് വരുമ്പോൾ ഈ സുബൈത്താരം മറക്കല്ലേ പാത്തുമ്മ. കുറച്ചു കാലം സുബൈത്താക്കും തരണേ. തരും, നല്ല അടി വെച്ച് തരും. എൻ്റെ അടിയും കുറ്റം പറഞ്ഞത് പറയും. ഇപ്പം നിങ്ങൾക്ക് പാല് വേണമല്ലോ, കാണിച്ചു തരുന്നുണ്ട്. താങ്ക് യു. എന്താ എന്തിനു കാര്യോ? അല്ല, നിങ്ങളെന്റെ അടിന് കഞ്ഞൊന്നും കൊടുത്തില്ലേ? എൻ്റെ ആടിന് കഞ്ഞിവെള്ളോ? ഈ കൊരയിലെ പുസ്തകങ്ങളും കടലാസും ഒക്കെ അത് കഴിച്ചു തിന്ന് തീർക്കും. ഈ കൊരയിലാണെങ്കിലോ 100 കൂട്ടം പണിയാണ്. അതിൻ്റെ ഇടയിലാ ഓളൊരാട്. നിങ്ങൾ എന്ത് വേണേ പറഞ്ഞോളി, എന്റെ ആടൊന്ന് പെറ്റോട്ടെ. അപ്പൊ കഴിച്ചരാ. എല്ലാവരുടെ പ്രേമം അപ്പൊ തരാൻ. എൻ്റെ ആട് പേറുമ്പോ സുബൈദാനെ മറക്കല്ലേ പാത്തുമ്മ. സുബൈദാക്ക് ഒരിത്തിരി പാല് കൊടുക്കണേ. തരും, നല്ല അടി വെച്ച് തരും. എന്റെ ആടിനെ കുറ്റം പറഞ്ഞത് പോരാ, അപ്പൊ നിങ്ങൾക്ക് പാലും കൂടി വേണല്ലേ? എനിക്കിപ്പോ കുറച്ച് രൂപക്ക് ആവശ്യമുണ്ട്. നീ എനിക്ക് 10 രൂപ താ. പതുക്കെ പറ. എല്ലാം അബ്ദുൽ ഖാദിർ മേടിച്ച്. ആരും അറിയാതെ നീ ഇപ്പോ എനിക്ക് 10 രൂപ താ. മാന്യ സദസ്സിന് വന്ദനം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ബഷീർ ദിനത്തോട് അനുബന്ധിച്ച് ഒരു കൊച്ചു പ്രസംഗമാണ്. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഇദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന അപര നാമത്തിലും അറിയപ്പെടുന്നു. 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ ജനനം. 1994 ജൂലൈ 5 കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരാണ് ഇദ്ദേഹത്തിന്റെ മരണം. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ്. ഹായ്, എൻ്റെ പേര് ഐഷത്ത് മെഹറാപ്പി. PPTS ALP സ്കൂളിൽ ഞാൻ പഠിക്കുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് കഥ. പാത്തുമ്മയുടെ വേഷം ഇതാക്കുന്നു. എന്താണ് നീ ഇങ്ങനെ ഓടിക്കളിക്കുന്നത്? എൻ്റെ ഖദീജക്ക് ആരും വെള്ളം തന്നില്ലല്ലേ?
പാവം. വെള്ളിക്കാക്ക, നിങ്ങൾ ആരും എൻ്റെ ഖദീജാക്ക് വെള്ളം കൊടുത്തില്ലല്ലേ? ആരും എൻ്റെ ഖദീജാക്ക് വെള്ളം കൊടുക്കണ്ട. ഒരു പൊന്നു കമ്മല് മതി. ആരോട് പറയണ്ട കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാത്തിമത്ത് സഹറ. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബേപ്പൂർ സുൽത്താൻ എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. 1908 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് കായ് അബ്ദുറഹ്മാനും അദ്ദേഹത്തിന്റെ മാതാവ് കുഞ്ഞാച്ചുമ്മയുമാണ്. പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും ചിന്തകളും വികാരങ്ങളുമായിരുന്നു ബഷീറിന്റെ സാഹിത്യ ലോകം. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായിക്കുന്നവരെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു. പാത്തുമ്മയുടെ ആട്, ബാലകാല സഖി മതിലുകൾ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 5 ബഷീർ ദിനമാണ്. വലിയവരുടെയും കുട്ടികളുടെയും മനസ്സിൽ ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹിത്യകാരൻ ഭൂമിയോട് വിട പറഞ്ഞ ദിവസമാണ് ഇന്ന്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ആ സാഹിത്യകാരൻ. 1908 ജനുവരി 19 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിരുന്നു. തൻ്റെതായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിന്റെ സവിശേഷത. ബാലകാല സഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ തുടങ്ങി ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വിവിധ അവാർഡുകൾ നേടി അദ്ദേഹം 1994 ജൂലൈ 5 അന്തരിച്ചു. ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിക്കാം. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് കഥയെഴുതി സ്വയം കഥയായി മാറിയ മനുഷ്യൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. ഇന്ന് ജൂലൈ 5 നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ അഥവാ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസം. വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ പിതാവ് കായ് അബ്ദുറഹ്മാന്റെയും മാതാവ് കുഞ്ഞാത്തുമ്മയുടെയും മൂത്തന മകനായിട്ടാണ് ബഷീറിന്റെ ജനനം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നു. ഗാന്ധിജിയെ കാണാനായി കോഴിക്കോട്ടിലെത്തിയ അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിലായിരുന്നു. പട്ടിണിന്റെയും പാവപ്പെട്ടവന്റെയും സാഹിത്യലോകം സാഹിത്യമാചാരം കാണിക്കുന്ന ബഷീറിനെ ഓർമ്മിക്കുന്നത് തന്നെ ഒരു പുണ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അയ്യോ, എന്തുമില്ല. തിന്നോ? ബഷീർക്കാ, നിങ്ങൾ എൻ്റെ ആടിനെ കണ്ടോ? വയറ്റിൽ കുഞ്ഞുള്ളതാ. അതാ നീ എവിടെ ഉണ്ടായിരുന്നു? കരുതി
ഇപ്പൊ പണിയും കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. വീട്ടിലാണെങ്കിൽ 100 കൂട്ടം ജോലിയുണ്ട്. നിന്റെ ആടെ എൻ്റെ ചെടികളൊക്കെ തിന്ന് നാശമാക്കി, കണ്ടോ? എന്തോ ഒരു സാധനം ഇത് വൈദ്യ കുഞ്ഞില്ലതല്ലേ, കുഞ്ഞിക്ക് വെല്ലെങ്കിലും കൊടുത്തൂടെ കഞ്ഞിവെള്ളം? നിന്റെ ആട് പ്രസവിക്കുമ്പോ ഒരു കുട്ടീനെ എനിക്ക് തരണേ. കുട്ടീനല്ല തിന്നു ടീച്ചറായ ഫ്രാൻസ്. അത് മാർജിൻ. ഇന്ന് ജൂലൈ 5. ബേപ്പൂർ സുൽത്താൻ, മലയാളത്തിന്റെ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാളത്തിന്റെ പ്രിയ കഥാകൃത്ത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനം ബഷീർ ദിനമെന്ന് അറിയപ്പെടുന്നു. പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ബാലികാല സഖി ഇവയെല്ലാമാണ് ബഷീറിന്റെ കൃതികൾ. വെള്ളിക്കക്ക ആരും അറിയണ്ട, ആണും പറഞ്ഞ വഴക്കടും. എനിക്ക് പണമായിട്ട് ഒന്നും വേണ്ട. അനീഫ അറിയണ്ട, കൊച്ചുക്കായ അറിയണ്ട, അബു അറിയണ്ട, ഉമ്മായും അറിയണ്ട. നമ്മൾക്ക് അതിജക്ക് 2 കമ്മല് മതി, പൊന്നിൻ്റെത് മതി. ആരോട് പറയണ്ടോട്ടോ. ഇല്ല, ഞാൻ പരമരഹസ്യമാക്കാം. നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര സേനാനിയും ആയിരുന്ന ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് നാം ബഷീർ ദിനമായി ആചരിക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. 1908 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരിക്കലും അലിക്കത്തേച്ച വടിവൊത്ത ഭാഷയിൽ അദ്ദേഹം എഴുതിയില്ല. ഇത് അദ്ദേഹത്തെ മറ്റ് സാഹിത്യകാരിൽ നിന്നും വ്യത്യസ്തനാക്കി. പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ബാല്യകാരി സഖി, ശബ്ദങ്ങൾ, പ്രേമലേഖനം തുടങ്ങിയവ അദ്ദേഹത്തെ പ്രധാന കൃതികളാണ്. 1982 ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ചു. താങ്ക് യു. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച്. വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ ജനിച്ചു. പഠനശേഷം സ്വാതന്ത്ര്യ സമരത്തോടും ഗാന്ധിജിയോടും വലിയ ബഹുമാനം തോന്നി. കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്തു. കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ഗദർ വസ്ത്രം മാത്രം ഉപയോഗിക്കാനും തുടങ്ങി. കൂട്ടുകാരെ, ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് പ്രസംഗം പറയാനാണ്. ആരുടെ പ്രസംഗമാണ്? ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. 1908 അദ്ദേഹം ജനിച്ചത്. പാത്തുമ്മയുടെ ആട്, ശബ്ദം, കൃതികളാണ്.
1994 അദ്ദേഹം മരണപ്പെട്ടു. കഥ ഞാനൊരു ചെറിയ പരിപാടി അവതരിപ്പിക്കുന്നു. അവിടെ നിൽക്കി ഈ പാല് കുടിച്ചിട്ട് പോയാ മതി. എനിക്കൊരു പൂതി തോന്നുന്നു. 2 കൊല്ലം 3 കൊല്ലൊന്നും വേണ്ട. എനിക്ക് ആകെ 2 പോയാൽ മതി. അവിടെ നിന്ന് ചുറ്റിയൊക്കെ വേഗം വരണേ. എന്നെ ഓർമ്മ വേണ്ട. എന്നെ ഓർമ്മ ഇക്കാലോ അങ്ങനെ പോയോ? ഓറഞ്ചോ? എനിക്ക് വേണ്ട. ഞാൻ പൂപ്പഴത്തിന് വേണ്ടി ആശ്രയിച്ചോണ്ടായി. ഇപ്പം എനിക്ക് ഓടുന്നത് ഓറഞ്ച്. ഞാൻ ഒന്നല്ലേ ജൂലൈ 5 വലിയവരുടെയും ചെറിയവരുടെയും മനസ്സിൽ ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹിത്യകാരൻ ഭൂമിയോട് വിട പറഞ്ഞ ദിവസമാണ് ഇന്ന്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ആ സാഹിത്യകാരൻ. 1908 ജനുവരി 19 കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തിരുന്നു. ആധുനിക എഴുത്തുകാരൻ പ്രസിദ്ധനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. നോവലുകൾ, ചെറുകഥകൾ, ലേഖനങ്ങൾ തുടങ്ങിയവ എഴുതിയിട്ടുണ്ട്. ബാലകാല സഖി, മതലുകൾ, പാത്തുമ്മയുടെ ആട് തുടങ്ങിയവ പ്രധാന കൃതികളാണ്. 1982 മുഹമ്മദ് ബഷീറിന് പത്മശ്രീ ലഭിച്ചു. 1994 അദ്ദേഹം അന്തരിച്ചു. എങ്കിലും അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നമസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥാപാത്രമാണ് ഞാനിന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അല്ലോ, എൻ്റെ ആട് പട്ടി വിഷന്ന് കരഞ്ഞിട്ടുണ്ടാവും. ഞാനൊന്ന് എൻ്റെ ആടിന് തീറ്റ കൊടുത്തിട്ട് വരട്ടെ. 10 ചുട്ട് വിളമ്പി വിളിച്ചു മുതൽ പാത്തുമ്മ, 10 ചുട്ട് വിളമ്പി വിളിച്ചു മുതൽ പാത്തുമ്മ. അല്ല, എൻ്റെ ആടിന് കഞ്ഞി വെള്ളമോ? ഈ വീട്ടിലെ കടലാസും പുസ്തകങ്ങളും മുഴുവനും നിന്റെ ആട് തിന്ന് കഴിച്ചു. ഈ വീട്ടില് 100 കൂട്ടം പണിയുള്ളതാ. അപ്പളാ നിന്റെ ഒരാട്. എൻ്റെ ആടിന് കുറ്റം പറയുന്നോ? എൻ്റെ ആടൊന്ന് പറ്റോട്ടെ, അപ്പൊ നിങ്ങളെല്ലാരും എന്റെ പുറകെ വരുമല്ലോ. എൻ്റെ ആട് പെറുമ്പോൾ ഈ സുബീത്താനെ മറക്കല്ലേ പാത്തു. കുറച്ച് പാല് സുബീത്താക്കും തരണം പാത്തുമ്മ. തരും നല്ല അടിയച്ച് തരും. നന്ദി. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. പത്തിരി ചുട്ടു പാത്തുമ്മ, വിളിമ്പി വെച്ചു പാത്തുമ്മ. അങ്ങനെ ആദ്യം പഴിച്ച് നിൽക്കുന്നുണ്ടാവും. വക്കം കൊടുക്കട്ടെ. ഹലോ, എന്റെ ആടിന് പള്ള വഴിച്ചിരിക്കും. പത്തരി ചുറ്റും മുത്തരി പാത്തുമ്മ, പത്തരി ചുറ്റി വിളിക്കും മുത്തരി പാത്തുമ്മ. എല്ലാരും ഉണ്ടല്ലോ ഇവിടെ. എന്റെ ആടിന് എല്ലാവരും കഞ്ഞിവെള്ളം കൊടുത്തോ? പിന്നെ എൻ്റെ ആടിന് കഞ്ഞിവെള്ളം, എൻ്റെ ആട് എൻ്റെ കടലാസ് ബുക്കും എല്ലാം തിന്ന് തീർത്ത് അത്ര പണിയുണ്ട്. അപ്പൊ എൻ്റെ ഒരാട്. എന്റെ ആടൊന്ന് പറ്റോട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം.
പറ്റാല് ഈ സുബൈത്താനെ മറക്കല്ലേ പാത്തുമ്മ. കുറച്ച് പാല് എനിക്ക് തരണം. തരും നല്ല അടി വെച്ച് തരും. സദസ്സിന് നമസ്കാരം. ഞാൻ നജ ഫാത്തിമ 3D ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ ചരമദിനം. മലയാള സാഹിത്യത്തിന് പകരം വയ്ക്കാനില്ലാത്ത സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമദിനമാണ് നാം ആചരിക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും യാത്ര ചെയ്ത അദ്ദേഹം യാത്രകളിൽ കണ്ട കഥാപാത്രങ്ങളും അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ രചനകളിൽ കാണാം. സാധാരണക്കാരന്റെ ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത്. ബഷീറിന്റെ കൃതികൾ ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, ഭൂമിയുടെ അവകാശി തുടങ്ങിയവയാണ്. ഇമ്മിണി ബല്യൊന്ന്, ലഡ്കൂസ്, ബഡ്കൂസ് എന്നീ ശൈലികളും അദ്ദേഹത്തിന്റെ രചനകളിൽ കാണാം. മലയാളികൾ അദ്ദേഹത്തിന് നൽകിയ പേരാണ് ബേപ്പൂർ സുൽത്താൻ. നന്ദി, നമസ്കാരം. എന്റെ പേര് വൈദ്യ. ഞാൻ 3Bയിൽ പഠിക്കുന്നു. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ ചരമദിനമാണ് നമ്മൾ ജൂലൈ 5 ബഷീർ ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം 1908 ജനുവരി 21 കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിൽ ജനിച്ചു. 1982 അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ബഷീറിന്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ വികാസങ്ങൾ തന്റെ തനതു ശൈലിയിൽ ബഷീർ ദിനം ബഷീറിന്റെ കൃതിയായ പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മയും ബഷീറും തമ്മിലുള്ള ഒരു കൊച്ചു സംഭാഷണം ഇവിടെ കണ്ടാലോ? ഞാൻ പാത്തുമ്മയാണ് കേട്ടോ. ആരോടും പറയണ്ട, ആരോടെങ്കിലും പറഞ്ഞ വഴക്കാവൂട്ടോ. ഇനി എനിക്ക് പണത്തൊന്നും വേണ്ട. നമ്മുടെ കടീജയ്ക്ക് എന്റെ കമ്മല് മാത്രം മതി. അനീകാവും അറിയണ്ട, കൊച്ചിച്ചും അറിയണ്ട, അബു അറിയണ്ട, ഉമ്മായും അറിയണ്ട. കമ്മല് വെള്ളിന്റെയോ അതോ പൊന്നിന്റെയോ? പൊന്നിൻ്റെത് മതി. ആരോടെങ്കിലും പറയുമോ? പരമരഹസ്യമായി വെക്കും. കമ്മല് ഉടനെ വേണം. നോക്കട്ടെ. ആമിക്കും മതിനും പാത്തുക്കുട്ടിക്കും കൊടുത്തു. പാവം എന്റെ ഖദീജ, അവൾക്ക് മാത്രം ഒന്നും കൊടുത്തില്ല. അതും കൂടി ഓർമ്മ വേണോട്ടോ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥാപാത്രമാണ് ഞാൻ അഭിനയിക്കുന്നത്. അല്ലോ, നമ്മുടെ ആട് പള്ളിയും വെച്ചിട്ടുണ്ട്. വേഗം ചുറ്റി വീഴാൻ
അല്ല, നിങ്ങൾ എൻ്റെ ആട്ടിന് കഞ്ഞിവെള്ളം കൊടുത്തിരുന്നു? എൻ്റെ ആടിന് കഞ്ഞിവെള്ളോ? ഈ വീട്ടിലെ പുസ്തകങ്ങളും കടലാസും മുഴുവൻ എൻ്റെ ആട് തിന്നഴിഞ്ഞ്. ഈ വീട്ടിൽ 100 കൂട്ടം പണിയുള്ളതാ. അപ്പളാ ഓളൊരാട്. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എൻ്റെ ആടെന്ന് പറയട്ടെ. അപ്പൊക്കാണ് എല്ലാവരും എൻ്റെ പുറകെ വരുന്നത്. എൻ്റെ ആട് പോകുമ്പോ ഈ സുബൈത്താനെ മറക്കല്ലേ പാത്തുമ്മ. കുറച്ച് പാല് ഈ സുബൈത്താക്കും തരണേ. തരാം, നല്ല അടി വെച്ച് തരാം. എൻ്റെ പേര് മറിയം. ഞാൻ PPTS ആക്റ്റീവ് സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ 4D ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ആടേ, നീ എന്താ ഇങ്ങനെ ഓടിക്കളിക്കുന്നത്? എൻ്റെ റബ്ബേ, ആരെങ്കിലും എൻ്റെ ആടിന് പള്ളം കൊടുത്തീനാ? വെല്ലുകക്ക, നിങ്ങൾ എൻ്റെ ആടിന് ഒന്നും കൊടുക്കേണ്ട. എൻ്റെ ഖദീജക്ക് നിങ്ങൾ പൊന്നുകമ്മൽ കൊടുത്താൽ മതി. ആരോട് പറയണ്ട കേട്ടോ. എന്നാൽ ശരി, ടാറ്റാ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഷിഫ ഫാത്തിമ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കഥ എഴുതി സ്വയം കഥയായി മാറിയ മനുഷ്യൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. ഇന്ന് ജൂലൈ 5. നോവലിസ്റ്റും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ അഥവാ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിവസം. വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ പിതാവ് കായ് അബ്ദുറഹ്മാനും മാതാവ് കുഞ്ഞാത്തുമ്മയുടെയും മൂത്ത മകനായിരുന്നു അദ്ദേഹം. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ എന്നിവ പ്രധാന കൃതികളിൽ ചിലതാണ്. നമസ്കാരം. PPTS സ്കൂൾ 1B. അപ്പുറത്ത് കെട്ടി ചായ കുടിച്ച് ഇവിടെ കുക്ക് കിട്ടി. ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കൊണ്ടിട്ടിനി. അങ്ങനെ ഞാൻ തിന്നാൻ കൊടുത്തു. നമ്മുടെ കഥാപാത്രത്തിൽ തെറ്റുണ്ടായെങ്കിൽ ക്ഷമിക്കണം. എന്റെ പേര് നിവേദിത. ഞാൻ 3C-യിലാണ് പഠിക്കുന്നത്. ഇന്ന് ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മ ദിനം. കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിൽ 1908 ജനുവരി 21 കായ് അബ്ദുള്ള റഹ്മാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി ജനിച്ചു. തലയോലപ്പറമ്പ് മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും പഠനം. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വീട് വിട്ടിറങ്ങി. കോഴിക്കോടെത്തിയ ബഷീർ ഒടുക്കം ബേപ്പൂരിന്റെ സുൽത്താനായി. അനേകം നോവലുകൾ, ചെറുകഥകൾ, ലേഖനങ്ങൾ, ആത്മകഥകൾ, ഓർമ്മക്കുറിപ്പുകൾ തുടങ്ങിയവ എഴുതിയിട്ടുണ്ട്. ബാല്യകാലസഖി, പാത്തുമ്മയുടെ ആട്, ഡുപ്പുപ്പാക്കൊരാനേണ്ടായിരുന്നു എന്നീ കൃതികൾ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചു. വിവിധ അവാർഡുകൾ കരസ്ഥമാക്കി അദ്ദേഹം 1994 ജൂലൈ 5 നിര്യാതനായി.
എന്റെ പേര് സൽമാൻ ഫാറൂഖ്. ഞാൻ 4 ഈ ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ ചരമദിനമാണ്. ഭൂമിയുടെ അവകാശികൾ ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നു. ബഷീറിന്റെ പ്രശസ്തമായ കഥകളിലൊന്നാണിത്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് എന്ന ആശയം ഈ കഥയിലൂടെ ബഷീർ സരസമായി അവതരിപ്പിക്കുന്നു. മനുഷ്യന്മാർ മാത്രമാണ് ഭൂമിക്ക് മേൽ അധികാരമുള്ളത് എന്ന അഹങ്കാരത്താൽ ചെയ്തു കൂട്ടുന്ന ദുഷ്ടപ്രദേശമാണ് ഈ കഥയിൽ പറയുന്നത്. കർഷണിക്കപ്പെടുന്ന വന്നതുവരെ പക്ഷികളും പൂമ്പാറ്റകളും ചിതലുകളും എലികളും വിഷമുള്ള കരിന്തോളവും ഈ ഭൂമിക്ക് അവർ നേടുന്നു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന കഥയിലെ പാത്തുമ്മയും വെലിക്കയുമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എല്ലാം കിട്ടി. പാവം എന്റെ ഖദീജ, അവൾക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. അതും ഓർമ്മ വേണം കേട്ടോ. വെള്ളിയോ പൊന്നു മതി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. ഇന്ന് ജൂലൈ 5 ഇന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മ ദിനമാണല്ലോ. 1908 ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. ഒരുപാട് കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒളിച്ചോടിയ സാഹസികനാണ് അദ്ദേഹം. എന്തിനാണെന്ന് ഒളിച്ചോടിയത്? നമ്മുടെ ഗാന്ധിജിയെ കാണാൻ. ഗാന്ധിജിനെ തൊട്ടെന്നും കണ്ടെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ നോവലുകളാണ് ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മകളുകൾ, ബാലകാലസഖി,
അദ്ദേഹത്തിന് കുറെ അവാർഡുകളും കിട്ടിയിട്ടുണ്ടായി. 1994 ജൂലൈ 5-നാണ് നമ്മള് ഓർമ്മ ദിനം. ഓർമ്മയായിരുന്നു. എന്നും നമ്മളെ മനസ്സിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്.